ജൂലൈ 31 പ്രേംചന്ദിൻ്റെ ജന്മദിനം. ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രം എന്ന കഥ കേൾക്കാം. സമയം വൈകുന്നേരം. ഡോക്ടർ ചഡ ഗോൾഫ് കളിക്കാൻ ഇറങ്ങുകയാണ്. ഒരു വൃദ്ധൻ ഊന്നുവടിയിൽ നടന്നു വരുന്നു. കൈകൂപ്പി പറയുന്നു, ഹുസൂർ, സഹായിക്കണം, കുറച്ചു ദിവസമായി എൻ്റെ മകൻ. അയാൾ അത്രയും പറയുമ്പോഴേക്കും ചഡ സിഗരറ്റ് പുകച്ചുകൊണ്ട് പറഞ്ഞു, നാളെ രാവിലെ വാ, ഇപ്പോൾ രോഗിയെ നോക്കില്ല. വൃദ്ധൻ താണുകേണ് അപേക്ഷിക്കുന്നു. ഏക മകനാ, കണ്ണു തുറക്കാൻ വയ്യ, കനിവ് കാട്ടണം, ഇല്ലേ മരിച്ചു പോവും. കേൾക്കാൻ നിൽക്കാതെ ഡോക്ടർ കാറിൽ കയറിപ്പോയി. വൃദ്ധൻ ചിത്രം കണക്കെ നിന്നുപോയി. അന്ന് രാത്രി 7 വയസ്സായ ആ കുട്ടി ഈ ലോകത്തോട് വിട പറഞ്ഞു. വർഷമേറെ കഴിഞ്ഞു. ചഡ പ്രതാപിയായി മാറി. 2 മക്കൾ. മകൾ വിവാഹിതയായി. മകൻ കൈലാഷിൻ്റെ 20ാം ജന്മദിനമാണിന്ന്. പണക്കാരും ഉദ്യോഗവൃന്ദവും കൈലാഷിൻ്റെ കൂട്ടുകാരും ബംഗ്ലാവിൽ ഒത്തുകൂടി. പച്ചപ്പുറം മൈതാനിയിൽ കസേരകൾ നിരന്നു. തീറ്റയും കുടിയും ആട്ടവും പാട്ടും അരങ്ങു തകർക്കുന്നു. കൈലാഷ് പാമ്പ് പരിപാലനത്തിൽ തൽപരനാണ്. തരം തരം പാമ്പുകളെ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തുകയാണ്. ഒന്നിൻ്റെ കഴുത്തിലമർത്തി. മുഖം ചുവന്നു തൊടുത്തു. ഇതുവരേക്കും ഇങ്ങനൊരു അനുഭവം പാമ്പിനുണ്ടായില്ല. കോപത്താൽ ഭ്രാന്തനായ പാമ്പ് വിരലിൽ ആഞ്ഞുകൊത്തി. കൂട്ടുകാർ ബഹളം വച്ചു. വാർത്ത സദസ്സിലും പരന്നു. ചഡ ഓടി വന്നു. കൈവിരൽ മുറിക്കാൻ തീരുമാനിച്ചു. പക്ഷേ കൈലാഷ് പച്ചമരുന്നിൽ വിശ്വാസമർപ്പിച്ചു. അല്പനിമിഷത്തിനകം കൈലാഷ് ബോധരഹിതനായി. അനുനിമിഷം അവസ്ഥ വഷളായി. മരണലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. അലമുറ വർദ്ധിച്ചു വന്നു. ചഡ വിവശനായി ദയനീയ സ്വരത്തിൽ പറഞ്ഞു, വിളിക്കൂ, ഏതെങ്കിലും വിഷഹാരിയെ. തൻ്റെ സർവസ്വവും അവരുടെ കാൽക്കൽ വയ്ക്കാം. ഉടുതുണിയുമായി ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങാം. എൻ്റെ മകൻ്റെ ജീവൻ മാത്രം മതി. പട്ടണത്തിൽ വളരെ അകലെ ഒരു ചെറുകുടിലിൽ ഒരു വൃദ്ധനും വൃദ്ധയും നെരിപ്പോടിന് സമീപം ഇരുന്ന് ശൈത്യം അകറ്റുന്നുണ്ടായിരുന്നു. ഈ സമയം പുറത്തൊരു വിളി കേട്ടു. ഭഗത്, ഭഗത്, ഉറങ്ങിപ്പോയോ? വാതിൽ തുറക്കൂ. ഭഗത് വാതിൽ തുറന്നു. വന്നയാൾ ചോദിച്ചു, വല്ലതും കേട്ടോ? ഡോക്ടർ ചഡയുടെ മകന് പാമ്പുകടിയേറ്റു. പോകുന്നെങ്കിൽ പൊയ്ക്കോ, വലിയ പണക്കാരനാവാം. ഇല്ല, ഞാൻ പോവില്ല. തലയിളക്കി ഉറച്ച സ്വരത്തിൽ ഭഗത് പറഞ്ഞു. ആ ചഡ അല്ലേ? കളിക്കാൻ പോയില്ലേ? ഒരു നിമിഷം നോക്കിയോ? ഭഗവാൻ ഇതൊക്കെ കണ്ടിരിക്കും. ഇപ്പം മനസ്സിലായി കാണും പുത്രദുഃഖം എന്താണെന്ന്. 80 വയസ്സിനിടെ ഇതാദ്യമാണ് ഇത്തരം വാർത്ത കേട്ടപ്പോൾ ഭഗത് മൗനം കൊണ്ടത്. പാമ്പെന്ന് കേട്ടാൽ ഓടിയെത്തുമെന്നും ഭഗത്തിൽ നിർഭാഗ്യവാനായ ആ ചെറുപ്പക്കാരനോട് അലിവ് തോന്നി. അവൻ മരിച്ചുകൊണ്ടിരിക്കുകയാവും. തൻ്റെ മാറാപ്പുമായി വേഗം നടന്നു ചഡയുടെ ബംഗ്ലാവിലെത്തി. അവിടം അപ്പോൾ ശോകമുഖമാണ്. കരഞ്ഞു തളർന്നിരുന്നു എല്ലാവരും. ജനങ്ങൾ അസ്വസ്ഥരായി ഇടയ്ക്കിടെ ആകാശം നോക്കുകയാണ്. സൂര്യനുദിച്ചാൽ ശവം സംസ്കരിക്കാൻ. പെട്ടെന്നായിരുന്നു വാതിലിൽ ഭഗത് ഒച്ചയിട്ടത്. സഹോദരൻ എവിടെ? ഒന്ന് നോക്കിക്കോട്ടെ. നിരവധി വിഷഹാരികൾ വന്നു നോക്കിപ്പോയി. മണിക്കൂറുകൾ കഴിഞ്ഞു. സംഭവിക്കേണ്ടത് സംഭവിച്ചു. ചഡ അസ്വസ്ഥ സ്വരത്തിൽ പറഞ്ഞു. ഭഗത് മൃതദേഹം 2 മിനിറ്റ് നോക്കി. പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോഴും ഒന്നും മോശമായിട്ടില്ല ബാബുജി. ദൈവം വിചാരിച്ചാൽ അരമണിക്കൂറിനകം സഹോദരൻ എഴുന്നേറ്റിരിക്കും. ചികിത്സ നിശ്ചയിച്ചു. കൈലാഷിനെ ഇടമുറിയാതെ ജലധാര ചെയ്ത് കുളിപ്പിക്കാൻ തുടങ്ങി. ഭഗത് പുഞ്ചിരിച്ചുകൊണ്ട് മന്ത്രം ജപിക്കുന്നു. ഓരോ മന്ത്രം തീരുമ്പോഴും ഒരു പച്ചമരുന്നെടുത്ത് നസ്യം ചെയ്തു. എത്ര പാത്രം വെള്ളമൊഴിച്ചെന്നോ എത്ര തവണ മന്ത്രം ജപിച്ചെന്നോ എന്നതിന് കൈയും കണക്കുമില്ല. ഒടുവിൽ കൈലാഷ് കണ്ണു തുറന്നു. കൃഷ്ണമണി ചലിപ്പിച്ചു. കുടിക്കാൻ വെള്ളം ചോദിച്ചു. ചഡയും മറ്റുള്ളവരും അങ്ങേയറ്റം വിശ്വാസത്തോടെ ഭഗത്തിനെ സ്തുതിക്കാൻ തുടങ്ങി. ഭഗത്തിൻ്റെ ദർശനത്തിനായി ഏവരും കാത്തുനിന്നു. ഭഗത്തിനെ എവിടെയും കണ്ടില്ല. ചഡ തൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ തിരിച്ചറിയുന്നു. ഒരിക്കൽ രോഗിയായ കുട്ടിയെയും കൂട്ടി എന്നെ കാണാൻ വന്നിരുന്നു. ഗൗനിച്ചില്ല. ആ സംഭവത്തിൽ ഞാൻ ഇന്നും ലജ്ജിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ടെത്തും. കാൽക്കൽ വീണ് മാപ്പു പറയും. അദ്ദേഹത്തിന് ഒന്നും വേണ്ടെന്ന് എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത ഇനി ഞാൻ എൻ്റെ ജീവിതാദർശമായി കൊണ്ടു നടക്കും. കൂട്ടുകാരെ, മനുഷ്യത്വം നമ്മിൽ എന്നും ഉണ്ടാകട്ടെ.